രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള 10 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരവും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ US അവകാശപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇറാൻ ഇനി അധിക നാൾ ആക്രമണം നടത്തില്ല, ഇറാൻ ഉടനെ തന്നെ കീഴടങ്ങും എന്നുള്ളതാണ്. കാര്യം ഈ തിരിച്ചടിക്കാനുള്ള അവരുടെ ശേഷി ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് US-ന്റെ ഒരു അവകാശവാദം. ഇതിനൊരു തെളിവായിട്ട് അവർ പറയുന്നത് ഇറാൻ ഇതുവരെ ഏതാണ്ട് 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 2000-ഓളം ഡ്രോണുകളും വിന്യസിച്ച് കഴിഞ്ഞു. ഇപ്പോൾ അവർ ആയുധങ്ങളുടെ വലിയൊരു ക്ഷാമം നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ അധിക നാൾ പശ്ചിമേഷ്യയിലുള്ള സംഘർഷം നീണ്ടു നിൽക്കില്ല, ഉടൻ തന്നെ ഇറാൻ കീഴടങ്ങും എന്നുള്ള ചില സൂചനകൾ US-ന്റെ ആർമിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പക്ഷേ ട്രംപിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ യുദ്ധം ഇനിയും നീളും എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കുന്നത് യുദ്ധം അടുത്ത കാലത്തൊന്നും, അതായത് വർഷങ്ങൾ നീളില്ലെങ്കിലും ഈ അടുത്തൊന്നും അവസാനിക്കാനുള്ള സാധ്യതയില്ല, ഇതിനും കൂടുതലും ശക്തിയോടെ ഞങ്ങൾ വീണ്ടും ആക്രമണങ്ങൾ നടത്തുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ ആയുധശേഷി കുറയുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുന്നത്. അതിന് ഇറാൻ ഏത് രീതിയിൽ ഇനി നേരിടാനായിരിക്കും സാധ്യത കൂടുതൽ? ഇറാനുള്ളിൽ ആയുധശേഷി കുറഞ്ഞാലും മറ്റ് രാജ്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പുറത്തുണ്ട്. ഇറാനെ അനുകൂലിക്കുന്ന ചില സായുധ സംഘങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള ചില സേനകളുണ്ട്. ഇപ്പോൾ ലെബനീസ് സർക്കാർ ഔദ്യോഗികമായി തന്നെ അവിടെയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിനെ തള്ളിപ്പറഞ്ഞു, ഹിസ്ബുള്ളയെ നിരോധിച്ചു. പക്ഷേ അവിടെയുള്ള ഹിസ്ബുള്ളയുടെ പ്രവർത്തനം വളരെ സജീവമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തിരിച്ചടിച്ചിരുന്നു ഈ ലെബനകത്തുള്ള കൂടുതൽ പ്രദേശങ്ങൾ ഇസ്രായേൽ അവരുടെ വരുതിയിലാക്കി, അവിടെയുള്ള ഹിസ്ബുള്ളയുടെ പല കേന്ദ്രങ്ങളും നശിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത എന്ന് പറയുന്നത് സിറിയ ഈ ലെബനെ സഹായിക്കാൻ വേണ്ടി സിറിയയുടെ ഏതാണ്ട് 1000-ഓളം സേനാംഗങ്ങളെ അവിടേക്ക് ഇപ്പോൾ ലെബനിലേക്ക് അയച്ചു കഴിഞ്ഞു എന്നാണ്. അതുമാത്രമല്ല റോക്കറ്റ് ലോഞ്ചറുകളും മറ്റ് കൂടുതൽ ആയുധങ്ങളും സിറിയ ഇറാഖിലേക്ക് അയച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ ഇറാഖിലുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇറാഖിൽ ഇറാന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സായുധ സേനാംഗങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഈ പ്രത്യാക്രമണവും അത് രൂക്ഷം തന്നെയാണ്. പ്രധാനമായിട്ടും ഈ അവിടെയുള്ള കത്തൈബ് ഹിസ്ബുള്ള ഗ്രൂപ്പ്, അവരുടെ ഒരു ഭീഷണി അത് ശക്തം തന്നെയാണ്. അതുപോലെ തന്നെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഇറാൻ അനുകൂല സായുധ സേനാ സംഘം, ഇവരുടെ ഭീഷണിയും സജീവം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇവരുടെ 2 കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി. പടിഞ്ഞാറൻ ഇറാഖിലായിരുന്നു ഇത്തരത്തിൽ ഒരു വ്യോമാക്രമണം ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിലൊരു സായുധ സേനാ വിഭാഗങ്ങളെ കൂടി നിർജീവമാക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ